എല്ലാവർക്കും നമസ്കാരം. മിനീസ് വേട്ടയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു രസപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ രസപ്പൊടി വാങ്ങിക്കാറില്ല, കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഞാനിവിടെ തന്നെ ഉണ്ടാക്കുന്ന രസപ്പൊടി കൊണ്ടാണ് നമ്മളിവിടെ രസം ഉണ്ടാക്കാറുള്ളത്. അതാണ് എല്ലാവർക്കും ഇഷ്ടവും. ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് ഇച്ചിരി രസപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ ഈ രസപ്പൊടി ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത് ഉപയോഗിച്ച് രസവും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ്. ഇത് 2 സൈസ് മുളകുണ്ട്. ഒന്ന് കുറച്ച് പിരിയൻ മുളകും അല്ലാത്ത മുളകും. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. 2 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ചീനിച്ചട്ടിയിൽ വറുത്തെടുക്കാം. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ അരി ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അത് ബാക്കിയുള്ള സാധനങ്ങളുടെ ചേർത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ അരി കരിഞ്ഞു പോകും. ഇത് ഒരുമാതിരി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. മല്ലി ചേർത്ത് കൊടുക്കാം, ഉലുവ ഇടാം, കുരുമുളക്. ലാസ്റ്റ് വാങ്ങാറാകുമ്പോഴത്തേനും നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുജീരകം കേട്ടോ, പെരുംജീരകമല്ല, നല്ല ജീരകം. അപ്പം നമ്മുടെ രസത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഉണക്കമുളക്, മല്ലി, കറിവേപ്പില, ജീരകം, ഉലുവ, കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് വറുത്തെടുത്തതാണ്. ഈ വറുക്കുന്നതിന് കൂടുതൽ ഈ പൊടി നമ്മൾ ചേർക്കേണ്ടതില്ല. ഇനി പൊടിക്കുമ്പോൾ നമ്മൾ ഇതും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രസപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ പൊടിച്ച് റെഡിയാക്കി രസപ്പൊടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രസപ്പൊടി ഉപയോഗിച്ച് എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നതും കൂടി നോക്കിയാലോ. ഇനി രസം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കിവിടെ വേണ്ടത് ഒരു തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കണ്ടിച്ച് ഞാനിവിടെ വച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 1 കുടം വെളുത്തുള്ളി ഉണ്ട്, അത് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള പുളി ഞാനിവിടെ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അത് ചേർക്കാൻ നേരത്ത് പിഴിഞ്ഞൊഴിച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഈ രസപ്പൊടിയാണ്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വഴറ്റിയെടുക്കുന്നതിനായിട്ട് അല്പം കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നോക്കി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമ്മളുടെ രസപ്പൊടി ഒരു 2 സ്പൂൺ പൊടിയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് തിള വരട്ടെ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് മല്ലിയിലയാണ്. ആ മല്ലിയില നമ്മളിവിടെ പാകി പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 2-3 മല്ലിയില പറിച്ചുകൊണ്ട് വരും. ഇതാണ് നമ്മൾ പാകി വെച്ചിരിക്കുന്ന മല്ലിയില. അത് 2 ആഴ്ചയോളം ആയിട്ടുള്ളൂ കിളുത്തിട്ട്, ഇത്തിരിയൊന്നും ആയില്ല. അത് ഏതായാലും നമ്മൾ ഇത് കൂടെ കുറച്ച് മല്ലിയില നമ്മുടെ രസത്തിനകത്തേക്ക് ചേർക്കാം. ഈ മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ രസത്തിന് മല്ലിയില വളരെ പ്രധാനമാണ് കേട്ടോ. ഇതില്ലെങ്കിൽ രസമാകില്ല. അപ്പം നമ്മളിവിടെ രസപ്പൊടി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കണ്ടു. അതുപോലെ തന്നെ ആ രസപ്പൊടി ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു രസവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ രസം ഉണ്ടാക്കാനായിട്ട് കടയിൽ നിന്ന് രസപ്പൊടി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി നിങ്ങൾ വീട്ടിൽ രസം ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മുടെ ഈ സ്പെഷ്യൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.